ഇവിടെ CPM ഞങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ള ആ ഒരു നിഷേധം ഉണ്ടല്ലോ, ഇത് പൊതുജനങ്ങളുടെ മുമ്പിൽ പറയാൻ യാതൊരു ഉളുപ്പും കോൺഗ്രസിനും ഇല്ല, CPM-നും ഇല്ല എന്ന് പറഞ്ഞു. കേരളത്തിന്റെ അതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ കൈപ്പത്തിയും അരിവാൾ ചുറ്റിയ നക്ഷത്രവും ഒരേ പോസ്റ്ററിൽ അച്ചടിച്ച്, പിണറായി വിജയനെയും രാഹുൽ ഗാന്ധിയെയും ഒരേ പോസ്റ്ററിൽ അച്ചടിച്ച് അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും വോട്ട് പിടിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ കേരളത്തിൽ പറയാണ് ഞങ്ങളുടെ മുന്നണിയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരുടെ മുമ്പിലാണ് ഇത് പറയുന്നത് നോക്കണം. കർണാടക അടക്കം ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും CPM-ഉം കോൺഗ്രസും ഇതേപോലെ ഒന്നിച്ച് വേദി പങ്കിടുകയും ഒന്നിച്ച് വോട്ട് പിടിക്കുകയും ചെയ്യുന്നു. രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ ഔദാര്യം കൊണ്ട് CPM-ന് ഒരു സീറ്റ് കൊടുത്തിരിക്കുന്നു. അതായത് പല സംസ്ഥാനങ്ങളിൽ നിന്നും 11 സീറ്റ് കിട്ടിയാൽ മാത്രമേ ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ പറ്റുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിനോട് കരഞ്ഞ് കാലുപിടിച്ച് ഓരോ പ്രദേശത്ത് പോയി സീറ്റ് വാങ്ങിക്കുക. അതുപോലെ തന്നെ DMK ഇങ്ങനെ ഒക്കെയുള്ള ഒരു സഖ്യകക്ഷിക്ക് കേരളത്തിൽ വന്ന് എങ്ങനെ പറയാൻ പറ്റുന്നു? അതുകൊണ്ടാണ് ഡോക്ടർ മുമ്പേ ചോദിച്ചത് ഇതൊക്കെ എങ്ങനെ പറയാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചത്. അതായത് അവിടെയൊക്കെ മുന്നണിയാണ്, ഇവിടെയും മുന്നണിയാണ്. എന്നിട്ട് ഈ മുന്നണി സംവിധാനത്തെ തള്ളിപ്പറയുക എന്ന് പറയുമ്പോൾ അതിന്റെ ചേതോവികാരം എന്താ, അതിന്റെ അർത്ഥം എന്താ? ജനങ്ങൾ അത് കൈകാര്യം ചെയ്തോളും, ജനങ്ങൾ അത് ചർച്ച ചെയ്തോളും. ആ ഇലക്ഷനാണ് വരുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇത് കാണിച്ച് ഭയപ്പെടുത്തുക. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, കോൺഗ്രസ് പ്രസ്ഥാനം, ഇവർക്കൊക്കെ ഒരു ED-യെ കണ്ടാൽ തീരുന്ന കമ്മ്യൂണിസമേ ഉള്ളോ, അല്ലെ കോൺഗ്രസ് ആഭിമുഖ്യമേ ഉള്ളോ? അതായത് ഞാൻ എന്റെ കോൺഗ്രസ് പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്നു, ഞാൻ എന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്നു, ഞാൻ അതിന്റെ ആദർശം നടപ്പാക്കാൻ വേണ്ടി ജീവത്യാഗം ചെയ്യും, ഏത് പ്രതിബന്ധങ്ങളെയും നേരിടും എന്ന് പറയാനുള്ള ചങ്കൂറ്റമില്ലല്ലോ. അപ്പോൾ ED-യെ കാണുമ്പോഴേ കമ്മ്യൂണിസം പോയി, ED-യെ കാണുമ്പോഴേ കോൺഗ്രസ് പോയി, പ്രസ്ഥാനത്തിന്റെ സിദ്ധാന്തങ്ങൾ പോയി, അല്ലെങ്കിൽ പണം കാണിച്ച് ആൾക്കാരെ കൊണ്ടുപോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള ആരോപണം ഉണ്ടല്ലോ. അതായത് ആരെങ്കിലും ഒരാൾ കോൺഗ്രസിൽ നിന്നോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നോ BJP-യിൽ ചേർന്നാൽ പണം കാണിച്ച് പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി എന്നൊക്കെ പറയും. ഇപ്പോൾ ഈ ഇലക്ഷന്റെ ഇടയിൽ തന്നെ എത്രയോ BJP MP-മാർ കോൺഗ്രസിലേക്ക് പോയി, എത്ര പേരോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി. പക്ഷെ BJP-യിലേക്ക് ചേരുമ്പോൾ മാത്രമാണ് പറയുന്നത് അത് ഭയപ്പെടുത്തി കൊണ്ടുപോയതാണ്, അല്ലെങ്കിൽ പണം കൊടുത്തു കൊണ്ടുപോയതാണ് എന്നാണ്. എന്നാൽ BJP നേതാക്കന്മാർ കോൺഗ്രസിലേക്ക് പോകുമ്പോൾ ഈ ആരോപണം പറയുന്നില്ലല്ലോ. അപ്പൊ സത്യത്തിൽ എന്താണ്? സ്വന്തം പ്രസ്ഥാനവും സ്വന്തം നേതാക്കന്മാരെയും പണത്തിന്റെയും ഭയത്തിന്റെയും മുന്നിൽ നേരെ നിൽക്കാൻ പഠിപ്പിക്കാത്ത കോൺഗ്രസ്, നേരെ നിൽക്കാൻ പഠിപ്പിക്കാത്ത കമ്മ്യൂണിസ്റ്റ്, അവരുടെ ആദർശങ്ങളുടെ പരാജയമല്ലേ, അവരുടെ പാർട്ടിയുടെ പരാജയമല്ലേ യഥാർത്ഥത്തിൽ സമ്മതിക്കേണ്ടത്? അതിനു പകരം ഞങ്ങളെ പണം കാണിച്ചും അല്ലെങ്കിൽ ഭയപ്പെടുത്തിയും കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ? അങ്ങനെ പറയുന്നത് തന്നെ നാണക്കേടല്ലേ? ഇതാണ് ഈ രണ്ടു പാർട്ടികളോടും എനിക്ക് ചോദിക്കാനുള്ളത്. അതുപോലെ മുന്നണിയെ തള്ളിക്കളയുക, അതായത് ഒരു മുന്നണിയായിട്ട് മത്സരിക്കുക, ഒന്നിച്ച് പോസ്റ്റർ അടിക്കുക, ഒന്നിച്ച് പ്രകടനം നടത്തുക, ഒന്നിച്ച് സ്റ്റേജിൽ വരിക, കൈ കൂട്ടിപ്പിടിച്ച് ആകാശത്തേക്ക് ഉയർത്തുക, എന്നിട്ട് കേരളത്തിൽ വന്നിട്ട് ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല കേട്ടോ, ഞങ്ങൾ പരസ്പരം മത്സരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ അത് തിരിച്ചറിയും. ഈ തെരഞ്ഞെടുപ്പിൽ അതിന് ശക്തമായ തിരിച്ചടി കിട്ടുകയും ചെയ്യും എന്ന് മാത്രമേ പറയാനുള്ളൂ.